ഈ പെരുമഴയത്ത് ഞങ്ങൾ കൊടയും ചൂടിയിട്ട് ഇറങ്ങിയേക്കുന്നത് ബീച്ചിൽ പോകാനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വീട്ടുകൾക്ക് എന്താ പ്രാന്താണെന്ന്. പക്ഷെ ഞങ്ങൾ പോവാൻ പ്ലാനിന്റെ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയപ്പോ അതേ ഒടുക്കത്തെ മഴ. പിന്നെ ബീച്ച് എത്താറാവുമ്പോഴേക്കും മഴ തുറന്നു. അപ്പൊ ഞങ്ങളൊന്ന് സന്തോഷിച്ചു. പിന്നെ അതേ കാലെടുത്ത് ബീച്ചിലേക്ക് കുത്തിയപ്പോഴോ വീണ്ടും അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ കയറിയിരുന്നു. പിന്നെ അതേ ചേട്ടൻ ഉണ്ണികൾക്കൊക്കെ അതേ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ പിന്നെ ഒന്ന് മഴ തോർന്നു കേട്ടോ. കുറച്ചു നേരം ബീച്ചിന്റെ അതിനൊക്കെ നടന്നു. സെറ്റായി വരുമ്പോഴേക്കും വീണ്ടും മഴ വന്നു. തേജപ്പനാണെങ്കിൽ ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ എനിക്ക് റെയിൻകോട്ട് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഞാൻ മഴയത്ത് ബീച്ചിൽ കൂടെ നടന്നു. അതൊരു പ്രത്യേകത വൈബായിരുന്നു കേട്ടോ. തേജപ്പനാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഇതേ ചളിയിലും കുറച്ച് വെള്ളത്തിലും നിന്ന് കളിക്കുന്നുണ്ട്. അതിനിടയിൽ ഇതേ കുട്ടേട്ടൻ പോയിട്ട് നല്ല അടിപൊളി ഉപ്പിലിട്ട മാങ്ങ കൊടുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും കഴിച്ച് കുറച്ചേരം അവിടെ നടന്ന് ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് പോവാണ്. കുട്ടിപ്പട്ടാളങ്ങളുടെ മേത്തൊക്കെ ആണെങ്കിൽ ആകെ ചളിയും വെള്ളം ആടുന്നു. അങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റിയാണ്. തേജപ്പനാണെങ്കിൽ ഞാൻ ഡ്രസ്സ് കൊടുത്തില്ല. അവൻ വെള്ളത്തേക്ക് ഇറങ്ങാറില്ലേ പൊതുവെ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നത്. പക്ഷെ ആൾ ചളിയിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതൊരു ഷെഡിട്ടിട്ടാണ് നിൽക്കുന്നത്. ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ ഇങ്ങനെ കയറ്റണ്ടെന്നും പറഞ്ഞിട്ട് കുട്ടേട്ടൻ്റെ കൂട്ടൊരു ട്രൗസർ ആട്ടോ വിട്ടത്. പിന്നെ നമുക്ക് ഫസ്റ്റ് ചിക്കൻ സൂപ്പ് തന്നു. ഒറ്റ വലിക്ക് കുടിച്ചിട്ട് എല്ലാവരും അത് അവിടെ വെച്ചു. പിന്നെ ഫുഡ് വന്ന് അത് കഴിച്ച് ഞങ്ങൾ വീട്ടിൽ